നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കഴിഞ്ഞ ദിവസമാണ് ഫെഡറൽ ടാക്സ് ചാർജുകളിൽ കുറ്റസമ്മതം നടത്തിയത്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വിചാരണ ആരംഭിക്കേണ്ട ദിവസമാണ് അപ്രതീക്ഷിത നീക്കത്തിൽ തന്റെ ഫെഡറൽ നികുതി കേസിലെ 9 കുറ്റങ്ങളും ഹണ്ടർ ബൈഡൻ വ്യാഴാഴ്ച കുറ്റസമ്മതം നടത്തിയത്. പിന്നാലെ ഇപ്പോൾ ഹണ്ടറിനെതിരെ മറ്റൊരു ഗുരുതര ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഹണ്ടർ ബൈഡൻ പിന്തുണയുള്ള ഒരു ലോബിയിങ് കൺസൾട്ടൻസി സ്ഥാപനമായ ബ്ലൂ സ്റ്റാർ സ്ട്രാറ്റജീസ് 2018-19 ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് BNPക്ക് വേണ്ടി നിയമിക്കപ്പെട്ടതായിരുന്നുവെന്ന് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയോടുള്ള അമേരിക്കൻ നയത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡന്റെ പങ്കാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. സ്പുട്നിക് ഇന്ത്യയാണ് ഈ ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. US നീതിന്യായ വകുപ്പിന്റെ ഫയലിംഗുകൾ പ്രകാരം 2018 BNPക്ക് വേണ്ടി അബ്ദുൾ സത്താർ എന്ന ബ്രിട്ടീഷ് വ്യക്തിയാണ് ബ്ലൂ സ്റ്റാറിന്റെ സേവനങ്ങൾ കരാറെടുത്തത്. 2018 ഒരു പൊതുബോധവൽക്കരണ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നതിനായി $2,78,000 ബ്ലൂ സ്റ്റാറിന് സത്താർ നൽകി. BNPയെ അനുകൂലിക്കുകയും US-ലെ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമേരിക്കൻ, യൂറോപ്യൻ ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും നയങ്ങളെ സ്വാധീനിക്കുന്നവരെയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ സ്ട്രാറ്റജി. കഴിഞ്ഞ നവംബറിൽ US സെനറ്റ് കമ്മിറ്റി ഓൺ ജുഡീഷ്യറിയും മേൽനോട്ടവും ഉത്തരവാദിത്വവും സംബന്ധിച്ച് കമ്മിറ്റി ബ്ലൂ സ്റ്റാറിന് അയച്ച കത്തിൽ 2015 ബ്ലൂ സ്റ്റാറിന്റെ സേവനം നിലനിർത്താൻ ബുരസ്നിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ഹണ്ടർ ഉപകരണമായിരുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു. ഒരു ഉക്രൈനിയൻ സ്ഥാപനവുമായുള്ള ഹണ്ടറിന്റെ ഇടപാടുകളിൽ നിന്ന് ഉയർന്നു വന്ന അന്ന് ബാരക് ഒബാമയുടെ വൈസ് പ്രസിഡന്റുമായിരുന്ന ജോ ബൈഡനെതിരെ താൽപര്യ വൈരുദ്ധ്യ ആരോപണങ്ങൾ നീതിന്യായ വകുപ്പിന്റെയും കോൺഗ്രസ് അംഗങ്ങളുടെയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. 2021 ഡെമോക്രാറ്റുകൾ വീണ്ടും അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഹസീനയോട് ബൈഡൻ ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന് അടിവരയിടുന്നതാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ ആഖ്യാനമെന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദ വിരുദ്ധ വിദഗ്ധനും ബ്ലിറ്റ്സ് പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററുമായ സാലാ ഉദ്ദീൻ ഷെയ്ഖ് ചൌധരി പറയുന്നു. ഹസീനെ പുറത്താക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമ പരമ്പരകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അപലപിക്കപ്പെടാത്തതിനെയും ചൌധരി ചോദ്യം ചെയ്തു. ഹസീനയുടെ കീഴിലുള്ള മനുഷ്യാവകാശ സാഹചര്യം അവർക്ക് ആശങ്കയുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ അമേരിക്ക ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട്? ഹസീനെ താഴെയിറക്കുന്നതിൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നതായി തോന്നുന്നുവെന്നും ചൌധരി അഭിപ്രായപ്പെട്ടു. സത്താറുമായുള്ള കരാറിനെ കുറിച്ച് സ്പുട്നിക് ഇന്ത്യയുടെ ചോദ്യത്തോട് ബ്ലൂ സ്റ്റാർ സ്ട്രാറ്റജീസോ ഹണ്ടർ ബൈഡനോ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനിടെ മുഹമ്മദ് യൂനിസിനെതിരായ അഴിമതി അന്വേഷണം ഉപേക്ഷിക്കാൻ ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന് ബംഗ്ലാദേശിലെ മുൻ US ഡെപ്യൂട്ടി അംബാസഡർ ജോൺ ഡാനിലോവിച്ചിനെതിരായ ആരോപണങ്ങളും സ്കാനറിലാണ്. ക്ലിന്റൺ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ദാതാവുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷണം അവസാനിപ്പിക്കാൻ ഹിലാരി ക്ലിന്റൺ 2011 സെക്രട്ടറി ആയിരുന്നപ്പോൾ ഷെയ്ഖ് ഹസീനെ സമ്മർദ്ദത്തിലാക്കിയതായി ചൂണ്ടിക്കാട്ടി 2017 ജുഡീഷ്യറിയെ സംബന്ധിച്ച സെനറ്റ് കമ്മിറ്റി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി റെക്സ് ടിലേഴ്സിന് കത്തെഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.